അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ. ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിരിപ്പായി തന്നവനില്ലയോ? ഗോളാകൃതി എന്ന് പറയുന്ന, ഓവൽ ഷേപ്പ് എന്ന് പറയുന്ന ഭൂമിയെ മനുഷ്യന്റെ ബുദ്ധിമണ്ഡലങ്ങളിലൂടെ ചിന്തിക്കുമ്പോൾ അതിനെ പരന്നതായി തോന്നുമാറ് ആ ഭൂമിയെ സംവിധാനിച്ച് ഒരു മാതാവ് കുഞ്ഞിനെ ഭദ്രമായി ഉറക്കുന്ന തൊട്ടില് പോലെ മാറ്റിക്കൊണ്ടുവന്ന് ഒരു വിരിപ്പ് കണക്ക് നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഭൂമി സംവിധാനിച്ചവരാരുണ്ടോ? ഗോളാകൃതി എന്ന് പറയുന്ന ഭൂമി അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പന്തുരുളുന്ന പോലെ ഭൂമി കറങ്ങുന്നുവെങ്കിൽ ഒരു ചലനവും അറിയാതെ സുരക്ഷിതമായി വിരിപ്പാക്കി തന്നവനാരുണ്ടോ? ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കണമെന്നാണ്. ഉപരിഭാഗത്തെ മേൽക്കൂരയായി സംവിധാനിച്ചവനാരുണ്ടോ? ഉപരിഭാഗം നിങ്ങൾക്ക് കാണാം, ഒരു തൂണും കൂടാതെ. 31-ാം അധ്യായം 10-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാ, ഒരു തൂണും കൂടാതെ സുരക്ഷിതമായ കവചം, ഓസോൺ ലെയറുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ, അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ, ഓസോൺ ലെയറുകളെ സംവിധാനിച്ചവൻ 20-25 കിലോമീറ്ററുകൾക്ക് മുകളിൽ. അങ്ങനെ ഉപരിഭാഗങ്ങളെ സംവിധാനിച്ച അല്ലാഹനെ നിങ്ങൾ ആരാധിക്കുക. വഅൻസല മിനസ്സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്ന് വെള്ളമിറക്കി തന്നവനാരുണ്ടോ? മഴ ഇങ്ങനെ ശക്തമായി കൊണ്ടിരിക്കാൻ ആ മഴ തരുന്നവനാരാ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ, നാമാണോ കാർമേഘങ്ങളിൽ നിന്ന് വെള്ളം തരുന്നത്? ആ മഴ തരുന്നവൻ, ആ മഴ കൊണ്ട് സസ്യലതാദികളെ മുളപ്പിക്കുന്നവൻ, ആ മഴ കൊണ്ട് നിങ്ങൾക്ക് സസ്യലതാദികളിൽ നിന്ന് ഉപജീവനങ്ങളെ തന്നവൻ അത് അല്ലാഹുവായിരിക്കെ ഇതൊക്കെ തന്ന റബ്ബിനോട് നമ്മൾ ചെയ്യേണ്ട നന്ദി എന്താണ്? ഒറ്റ വാക്കിൽ അല്ലാഹു പറഞ്ഞു, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ. ആ അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ വെച്ചു പോകല്ലേ, അല്ലാഹ്ക്ക് നിങ്ങൾ സമന്മാരെ വെച്ചു പോകല്ലേ. നമ്മളോട് പല ആൾക്കാരും ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ വായെടുത്ത് പറയണ്ടല്ലോ ഷിർക്ക് എന്താണ്, ഈ ഷിർക്ക് എന്താണ് അല്ലേ? അല്ലാഹ്ക്ക് സമന്മാരെ വെക്കൽ എന്താണ്? തഫ്സീറുൽ ഖുർആനുൽ അദീമിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, തശ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ് വ തശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്. സൃഷ്ടിയെ സൃഷ്ടാവിനോടോ സൃഷ്ടാവിനെ സൃഷ്ടിയോടോ സാദൃശ്യപ്പെടുത്തിയാൽ, അല്ലാഹ് കാണുന്ന പോലെ ഒരാൾ കാണുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു അറിയുന്ന പോലെ ഒരാൾ അറിയുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു തആല നിയന്ത്രിക്കുന്ന പോലെ ഒരാൾ നിയന്ത്രിക്കുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹ് കേൾക്കുന്ന പോലെ ഒരാൾ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ, അതാണ് അല്ലാഹ്ക്ക് സമന്മാരെ നിശ്ചയിക്കലേ. അത് പാടില്ല. ഇതൊക്കെ തന്നവനായിരിക്കെ നമ്മൾ ആലോചിക്കുക, നമ്മൾ അല്ലാഹുവിനോട് നന്ദിയുള്ളവരായിട്ട് മാറവേണ്ടേ? അല്ലാഹു ഒക്കെ തന്നില്ലേ നമുക്ക്? ആ അല്ലാഹുവിനോട് നന്ദി തന്നവർ കാണിക്കുന്നവരാണോ നമ്മള്? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളുടെ ശരീരത്തിലെ ഓക്സിജന്റെ വിഷയത്തിലെ അല്ലാഹു തആല 16-ാം അധ്യായത്തിലെ 61-ാമത്തെ ആയത്തിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. ലൗ യുആഖിദുല്ലാഹു الناس ബിളുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബ്ബ. നിങ്ങൾ അല്ലാഹുവോട് നന്ദികേട് കാണിക്കുന്നതിനനുസരിച്ച് അവന്റെ റൂഹിനെ പിടിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മൃഗത്തെ പോലും ഞാനിവിടെ ബാക്കി വെക്കൂല. വലാകിൻ യുഅഖിറുകും ഇലാ അജലിൻ മുസമ്മാ. ഒരു നിശ്ചിതമായ അവധി വരെ, പരിധി വരെ നിങ്ങളെ ഞാൻ കാത്തുവച്ചതാണ്. അല്ലാഹു അവനോട് നന്ദികേട് കാണിക്കണവരെ റൂഹ് പിടിക്കാൻ തീരുമാനിച്ചു. ഒറ്റക്കാര്യം ആലോചിച്ചാൽ മതി. അല്ലാഹു തീരുമാനിക്കാണ്, എനിക്ക് നന്ദികേട് കാണിക്കുന്നവർക്ക് ഓക്സിജൻ കൊടുക്കണ്ട, ബ്രീത്ത് വേണ്ട എന്ന് അല്ലാഹു തീരുമാനിച്ചാൽ എത്ര ആളുണ്ടാവും പ്രിയമുള്ളവരെ ജീവനോടെ? അതല്ല പറഞ്ഞു, ഒരാളെയും ഞാനിവിടെ ബാക്കി വെക്കൂല. പക്ഷെ അല്ലാഹു ഒരു സമയം കണക്കാക്കിയിട്ടുണ്ട്, ആ സമയം വരെ നിങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് അല്ലാഹു തആല പറയാൻ. അല്ലാഹുവോട് എല്ലാം അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ആലോചിച്ച്
ആലോചിച്ചൊക്കെ ഓക്സിജൻ എടുക്കുമ്പോ അതിന്റെ വില നമ്മൾ അറിഞ്ഞിട്ടില്ല. കൊറോണ വൈറസ് വന്ന് ഒരു സിലിണ്ടറിന് 700 രൂപ കൊടുത്ത് പ്രിയമുള്ളവരെ 2100 രൂപക്ക് ഓരോ ദിവസം ഓക്സിജൻ എടുത്തപ്പോ വില അറിഞ്ഞിട്ടുണ്ട് മലയാളി? ഇല്ല പ്രിയമുള്ളവരെ. അള്ളാഹു നമുക്ക് തന്ന കിഡ്നി മാതാവിന്റെ ഗർഭാശയത്തിൽ തന്നപ്പോ അള്ളാഹിനോട് നമുക്ക് ശുക്ർ വരണില്ല. അതിന്റെ പ്രവർത്തനങ്ങൾ നിലക്കുമ്പോ സ്വന്തം ഭാര്യ ഡൊണേറ്റ് ചെയ്താലും മക്കൾ ഡൊണേറ്റ് ചെയ്താലും ഹോസ്പിറ്റലിൽ തുന്നി പിടിപ്പിക്കാൻ കൊടുക്കണം. 28 ലക്ഷം രൂപക്ക് മുകളിലാണ്. എന്നാ പോലും അതിന്റെ 25% പ്രവർത്തനം എന്ന് പറയും ആ സർജറി സക്സസ് ആണ് എന്ന് നമ്മൾ പറയുമ്പോ അല്ല തന്നതിന്റെ പകുതിയാവണില്ല, 3/4 പോലും ആവണില്ല. വെറും 25% പ്രവർത്തനത്തിനെയാണ് സക്സസ് എന്ന് പറയുന്നത്. ഒരു 10 വർഷക്കാലം ജീവിക്കുന്നതിനിടക്ക് പ്രിയമുള്ളവരെ 80 വയസ്സ് വരെ ജീവിക്കുമ്പോ അയാളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ബ്ലഡ് ഇല്ലയോ, 10,000 കണ്ടെയ്നർ ബ്ലഡുകളാണ് ശരീരത്തിലൂടെ പാസ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, ഉച്ചക്ക് ലഞ്ച് കൊടുത്തു, വൈകുന്നേരം ഡിന്നർ കൊടുത്തു. ഒരു ഫാക്ടറികളൊക്കെ ശരീരത്തിലൂടെ പ്രവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നപ്പോ വില അറിഞ്ഞിട്ടില്ലേ പ്രിയമുള്ളവരെ? നമ്മൾ ആരും ഇതിനു വേണ്ടി അല്ലാഹു എല്ലാം തന്ന റബ്ബിനോട് ഒരു ശുക്ർ ചെയ്യാൻ, നന്ദി കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഉണ്ടോ? നമ്മള് ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിറങ്ങണ മക്കൾ ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കും. നിങ്ങൾ എന്നെ നീ എന്നെ ഓർത്തിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ ഓർക്കും. അതാ എഴുത്തോടു കൂടെ അവസാനിച്ചു. പക്ഷെ അല്ല പറഞ്ഞൊരു വാക്കുണ്ട്, വദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, ഒരിക്കലും നന്ദികേട് കാണിക്കല്ലേ. ആര് നന്ദി കാണിക്കുന്നുവോ അവനെ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ടാ നന്ദി കാണിക്കുന്നതെങ്കിൽ ആര് നന്ദികേട് കാണിക്കുന്നുവോ അല്ലാഹു ഐശ്വര്യവാനാണ്. നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട അല്ലാഹുവിന് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ആകാശഭൂമികളിലുള്ളത് മുഴുവനും തന്നെ പ്രപഞ്ചനാഥനായ അല്ലാഹ്ക്ക് വേണ്ടി പ്രണമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ല തീർച്ചപ്പെടുത്തി പറഞ്ഞു, ഈ കരുന്നച്ചി പള്ളിയുടെ മുറ്റത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ നമ്മുടെ മനസ്സുകളോട് നമ്മൾ സംവദിക്കേണ്ടത്, ഞാൻ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവനാണോ നന്ദികേട് കാണിക്കുന്നവനാണോ? എന്താ അല്ലാഹു പറഞ്ഞത്? والعاديات ضبحا فالموريات قدحا فالمعيرات صبحا فأثرن به نقعا فوسطن به جمعا. സൂറത്തു ആദിയാത്തിന്റെ ആദ്യത്തെ 5 ആയത്തുകളിൽ അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാ, ഒരു കുതിരയെ കൊണ്ടാണ് സത്യമെങ്കിൽ കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യമെന്ന്. ഒരു കുതിര കിതച്ചുകൊണ്ട് വേഗത്തിലൂടെ ഓടുകയാണ്. ആ ഓട്ടത്തിന്റെ വേഗത അവയുടെ കുളമ്പുകളെങ്ങാനും പാറകളിൽ ഉരസുമ്പോ തീപ്പൊരികൾ ഇങ്ങനെ പാറുന്നുണ്ട്. മണലാരുണ്യങ്ങളിലൂടെ ഓടുമ്പോ അവയുടെ കുളമ്പുകളുടെ ചാഞ്ചല്യങ്ങൾക്കനുസൃതമായി അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങൾ പാറുന്നുവെങ്കിലോ മനുഷ്യനെല്ലാം മടിപിടിക്കുന്ന പ്രഭാത സമയത്ത് ആ കുതിര തന്റെ യജമാനെയും കൊണ്ട് ശത്രുസേനയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്നുവെങ്കിലോ അതിന് സത്യം ചെയ്തുകൊണ്ട് അല്ല പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അല്ലാഹുവിനോട് മനുഷ്യനാകട്ടെ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. എന്താ വാക്കിന്റെ അർത്ഥം? ആദ്യം ഒരു കുതിരയുടെ ഓട്ടത്തിനെ കൊണ്ട് സത്യം ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഒരു പ്രഭാത സമയത്ത് മണലാരുണ്യങ്ങൾ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളെ പാറിക്കുമാറ്, പാറകളിൽ ഉരസി തീപ്പൊരി പാറിക്കുമാറ് കിതച്ചുകൊണ്ട് വേഗത്തിലൂടെ ജീവൻ നോക്കാതെ ശത്രുസേനയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്ന കുതിര. ആർക്ക് വേണ്ടിയിട്ട് ഈ കുതിര ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? ആ കുതിരയുടെ മനുഷ്യനാകുന്ന യജമാനന് വേണ്ടി. ആ യജമാനൻ കുതിരക്ക് എന്താ കൊടുത്തേ? കുറച്ച് പുല്ല് പറിച്ചു കൊടുത്തു, കുറച്ച് വെള്ളം കൊടുത്തു. അതിന് നന്ദി എന്നോണം ഒരു കുതിര ഇത്രമാത്രം അധ്വാനിക്കുമ്പോ
അത് സത്യം ചെയ്തുകൊണ്ട് അല്ല പറയാ, മനുഷ്യനാവട്ടെ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാ, നന്ദി കെട്ടവൻ തന്നെയാ. ഒരു നാൽക്കാലി മൃഗമാകുന്ന കുതിരയുടെ പോലും നന്ദിയില്ല മനുഷ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, മനുഷ്യൻ അല്ലാഹുവോട് കാണിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി കേടെന്താണെന്നറിയുമോ? അവൻ തന്ന മണ്ണില്, അവൻ തന്ന കാലുകൊണ്ട് നടന്ന്, അവൻ തന്ന വെള്ളം കുടിച്ച്, അവൻ തന്ന അന്നം ഭുജിച്ച്, അവനില്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോ, അവനില്ലാത്തവരെ ആരാധിക്കുമ്പോ, അവനില്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നുവെങ്കിലോ ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാതകമെന്നല്ലാ. ലോകത്തിലെ ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാണ്, അത് ഏറ്റവും വലുത് ശിർക്കാണ്. കാരണം എല്ലാം നൽകിയ അല്ലാഹുവോട് നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും ഞങ്ങളാരിപ്പോ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കണില്ല, ലോകം നിയന്ത്രിക്കുന്നത് CM പടപൂരാ ഞങ്ങൾ അംഗീകരിക്കണില്ല. പക്ഷെ നമ്മളൊക്കെ പേടിക്കണം, ഉറുമ്പ് അരിച്ചു വരുന്നതിന് കല്ലാകവത്തോടെ ശിർക്ക് വരും. അതുകൊണ്ട് നമ്മൾ സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നോക്കിയ നൂഹ് നബി അലൈഹിസ്സലാം വന്നു, ആരുടെ മക്കളെ തൗഹീദ് പഠിപ്പിക്കാനാ? ഒന്നാമത്തെ മുർസലായ നൂഹ് നബി വന്നേ ആദം നബിയുടെ മക്കളെ പഠിപ്പിക്കാനാ. ആദം നബി തൗഹീദുള്ള നബിയാ. ആ നബിയുടെ മക്കൾ പിഴച്ചു പോയപ്പോ ഒന്നാമത്തെ റസൂല് വന്നു, നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിയുടെ കാലത്ത് പ്രളയമുണ്ടായിട്ട് ആ കപ്പലിൽ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് മുവഹിദുകളെ മാത്രമാണ്. ശിർക്കുള്ളവരൊക്കെ കഴിഞ്ഞു. ആ തലമുറയിൽ വീണ്ടും ശിർക്ക് വന്നപ്പോൾ അടുത്ത പ്രവാചകൻ വന്നു. പ്രിയമുള്ളവരെ, തൗഹീദുള്ളവരുടെ മക്കളിലാണ് ശിർക്ക് വരുന്നതെങ്കിൽ ആ തൗഹീദിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിലേക്ക് ഇവിടെ ഇരിക്കുന്ന സലഫികളോട് പറയാനുള്ളത്, വലിയ ശിർക്കൊന്നും നമ്മൾ ചെയ്തെന്ന് വരില്ല, പക്ഷെ ചെറിയ ശിർക്ക് വരാൻ സാധ്യത ഉണ്ട് അല്ലേ? അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാണ്, ഏറ്റവും ചെറിയതായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഏറ്റവും ചെറിയതായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഏതാണ് നബിയേ ഏറ്റവും ചെറിയതായ ശിർക്ക് എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയുന്നു, അറിയാ ലോകമാന്യതയാണ്, മറ്റുള്ള ആളുകൾ കാണണമെന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. കരുനച്ചി പള്ളിയുടെ സലഫി മസ്ജിദിന്റെ അകത്തലങ്ങളിലോട് സുബഹി മുതൽ തുടങ്ങി 5 വക്തും ജമാഅത്തിന്റെ പള്ളിയിലുള്ള ആളാ. പക്ഷേ അവന്റെ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അല്ലദീനഹും യുറാഊൻ, മറ്റുള്ളവരെ കാണണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമസ്കാരമെങ്കിലോ അവർക്കും നാശമാണെന്നല്ലാഹ്. മൻ സ്വല്ലാ യുറാഈ ഫഖദ് അശ്റക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് നമസ്കരിക്കുന്നുവോ അവന് ശിർക്കാണ് ചെയ്തത് എന്നാ. വമൻ തസദ്ദഖ യുറാഈ ഫഖദ് അശ്റക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് സദഖ ചെയ്തോ അവനും ശിർക്കാണ് ചെയ്തത് എന്നാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ലെങ്കിലും നരകം അല്ലാഹു ഉറപ്പായി കൊടുക്കുന്ന ചെറിയതാ ശിക്ഷയാണ്. ഇസ്ലാം എന്ന് പുറത്തു പോവില്ല, പക്ഷേ നരകമാണ് ശിക്ഷ. ഇപ്പൊ നമ്മൾ കരുതച്ചിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒരു യാത്ര പോവാണ് തിരുവനന്തപുരത്തേക്ക്. ഒരാൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ്, 2 ആൾക്കാര് നിസ്കരിക്കാൻ താല്പര്യമുള്ളവരാണ്. ഇവിടുന്ന് എറണാകുളം എത്തിയപ്പോ അവർ പറഞ്ഞു ളുഹർ നിസ്കരിച്ചിട്ട് യാത്ര തുടരാം. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഈ നിസ്കാരം മടിയാൻ എന്താ വിചാരിക്കണേ? അവരൊക്കെ നിസ്കരിക്കുമ്പോ ഞാൻ നിസ്കരിച്ചില്ലേ മോശല്ലേ, അതുകൊണ്ട് ഞാനും കൂടെ നിസ്കരിക്കാം. നിസ്കാരം എന്ന ഇബാദത്ത് ആർക്ക് കൊടുക്കാനുള്ളതാ? അല്ലാഹ്ക്ക് കൊടുക്കാനുള്ളതാണ്. ഈ ആളുകൾ കൂടെ കാണട്ടെ എന്ന ചിന്ത വന്നപ്പോ ഇസ്ലാം എന്ന് പുറത്തു പോയില്ലെങ്കിലും നരകമല്ല കൊടുക്കുന്ന നാളെ പരലോകത്ത് 3 ആളുകളെ കൊണ്ടുവരപ്പെടുകയാണ്. അതിൽ ആദ്യത്തെ മനുഷ്യനോട് അല്ലാഹു ചോദിക്കുന്നു, നീ എന്താണ് പ്രവർത്തിച്ചത് എന്നാണ്.
ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹുവേ, എന്റെ ജീവൻ പോലും യുദ്ധത്തിന്റെ മാർഗത്തിലൂടെ ഞാൻ സമർപ്പിച്ചവനാണ്, ഷഹീദായവനാണല്ലാ. അല്ലാഹു പറയും, മലക്കുകളെ വേണ്ട, ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് എറിഞ്ഞോ. കാരണം അവൻ ഷഹീദായത് എന്തിനാണെന്നറിയുമോ? അവൻ വലിയ ധീരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാ. അവൻ വലിയ ധീരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനാ. രണ്ടാമത്തെ മനുഷ്യനെ കൊണ്ടുവരുമ്പോ അവൻ പറയുന്നുണ്ടല്ലാ, നിന്റെ മാർഗത്തിൽ ഒരുപാട് സ്വതക്ക ചെയ്തവനാണ് റബ്ബേ. അല്ലാഹു പറയുന്നു, മലക്കുകളെ വേണ്ട, ഈ മനുഷ്യനെയും നിങ്ങൾ നരകത്തിലേക്ക് എറിഞ്ഞോ. കാരണം അവൻ സ്വതക്ക ചെയ്തത് എന്തിനാണെന്നറിയുമോ? അവൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങളെ കാണിക്കാനാ. പ്രിയമുള്ളവരെ, ജീവൻ പോലും രണഭൂമിയിലൂടെ സമർപ്പിച്ചവനാണ്. അവന്റെ യുദ്ധം കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് നേട്ടമാണ്. പക്ഷെ മനസ്സിന്റെ നിയ്യത്ത് മാറിയപ്പോ അത് ചെറിയ ശിർക്കാണ്, അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേടാണ്. അള്ളാഹു നരകത്തിലേക്ക് എറിയാൻ പറയുന്നുവെങ്കിൽ രണ്ടാമത്തെ മനുഷ്യൻ അവൻ ജോലി ചെയ്ത സമ്പാദ്യമാണ്, മറ്റൊരാൾക്ക് വെറുതെ കൊടുത്തതാണ്. തിരിച്ചിങ്ങോട്ട് ഭൗതികമായിട്ടൊന്നും അവന് നേട്ടമില്ലെങ്കിലോ ആ കൊടുത്തുപോയ സമ്പാദ്യം കൊണ്ട് ജനങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചപ്പോ, ലോകമാന്യത വന്നപ്പോ, അള്ളാഹുവിനോടുള്ള നന്ദികേട് വന്നപ്പോ, അള്ളാഹു നരകത്തിലേക്ക് എറിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ, നിന്റെ മാർഗത്തിൽ ഒരുപാട് ഇൽമ പഠിപ്പിച്ചു കൊടുത്തവനാണ് റബ്ബേ. ഒരുപാട് അറിവുകൾ നുകർന്നു കൊടുത്തവനാണ്. അല്ലാഹു മലക്കുകളോട് പറയും, ആ മനുഷ്യനെയും നരകത്തിലേക്ക് എറിഞ്ഞോ. പഠിപ്പിച്ചത് ഖുർആനാണ്, ഹദീസാണ്. പ്രിയമുള്ളവര്, ഇന്ന് തൃശ്ശൂരിൽ നിന്ന് കരുനച്ചിയുടെ മണ്ണിലേക്ക് ഞാൻ യാത്ര ചെയ്ത് വന്നിട്ട് നിങ്ങളോട് ഓതിയത് ഖുർആനിന്റെ ആയത്താണ്, ഉദ്ധരിച്ചത് റസൂലുള്ളാഹിന്റെ ഹദീസാ. പക്ഷെ എന്റെ മനസ്സിലൂടെ വരുന്ന ചിന്ത, നിങ്ങൾ കാര്യങ്ങൾ പഠിക്കണമെന്നില്ല, മറിച്ച് നിങ്ങളൊക്കെ കരുതണം, എനിക്ക് കുറച്ച് അറിവുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് എന്റെ മനസ്സിന്റെ ചിന്ത ശ്രമിക്കുന്നത് എങ്കിൽ നാളെ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ മുഴുവനും സാക്ഷിയാ. എന്റെ ഇരുകാലുകൾ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയുന്നതിന് നിങ്ങളായിരിക്കും സാക്ഷി എന്ന് റബ്ബിന്റെ ദീന് പറയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരിക്കലും അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കാതെ, പ്രിയമുള്ളവരെ, അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാ. എന്തിനാണ് വീണ്ടും വീണ്ടും ഈ വിഷയം ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത്? എവിടെ വേദി കിട്ടിയാലും മുജാഹിദുകൾക്ക് തൗഹീദ് അല്ലാതെ മറ്റൊന്നുമില്ല. ഏത് സംഗമങ്ങളിലും തൗഹീദിന്റെ വിഷയങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ ലോകത്തിലൂടെ നടക്കുന്ന സകലമായ അധാർമികമായ പ്രവണതകൾക്കെതിരെ സംസാരിക്കുന്നവരാണ് നമ്മള്. പക്ഷെ പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ സ്വവർഗരതി എന്ന തിന്മ ഇവിടെ നരമാടിയിരുന്നുവെങ്കിൽ ആ തിന്മക്കെതിരെ ആ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് ലോകത്തോട് പറഞ്ഞു, അല്ലാഹനെ പറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്ന വിഭാഗമുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് അവരോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ ഫിർഔനിന്റെ കീഴിലൂടെ അടിച്ചമർത്തപ്പെട്ടു പോയ ഇസ്രായേലി സമുദായത്തിന് വേണ്ട മൂസാ അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് നട്ടെല്ലോടെ നിവർന്നു നിന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനേറെ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ
മദ്യത്തിൽ ആറാടിയിരുന്നവർ, വ്യഭിചാര കൊതിയന്മാർ, യുദ്ധക്കൊതിയന്മാരായ ആളുകളോട് സകലമാന അധാർമികതയുടെ അന്ധകാരങ്ങൾ വിളയാടിയിരുന്ന മണ്ണില് അത് പാടില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കയിലെ പർവ്വതത്തിന്റെ താഴെ അവരെ മുഴുവനും വിളിച്ചു ചേർത്ത് ആദ്യമായി പ്രഖ്യാപിച്ചു പോയ വിഷയം അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണെങ്കിൽ അതിലൂടെയാണ് പ്രിയമുള്ളവരെ സമൂഹത്തെ സംസ്കരിക്കാനുള്ളതെങ്കിൽ അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ, ലോകത്ത് അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാ? ബന്ധങ്ങളുടെ വില എന്താണെന്ന് അറിയാതിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ, മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബാ, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കടമയുള്ളത് ആരോടാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിനോട്. സുമ്മമൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ് നബിയേ? അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മാനോട്. മൂന്നാമതും പറഞ്ഞു ഉമ്മാനോട്. 4 ബാപ്പാ. കാരണം എന്താണെന്നറിയോ? ഗർഭം ചുമന്നത് 10 മാസം ഉമ്മയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണേ. ഈ 3 കാര്യം വാപ്പയിൽ ഒഴിവാണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, പ്രയാസത്തിന് മേലെ പ്രയാസം ചുമന്ന് ഗർഭം ചുമന്നവരാണ്. പ്രിയമുള്ളവരെ, മരണസമാനമായ വേദന കൊണ്ട് നിന്നെ പ്രസവിച്ചതവരാ, പാലൂട്ടി വളർത്തിയതും അവരാ. പ്രിയമുള്ളവരെ, പാലില്ലാതെ ശരീരങ്ങളിലൂടെ പ്രയാസപ്പെടുന്ന കാലഘട്ടങ്ങളിലൂടെ മാതാവിന്റെ മാറിടത്തിലൂടെ മുളച്ചു വന്ന കിന്നരിപ്പല്ലുകൊണ്ട് പാല് നുകരുമ്പോ ലഭിക്കാതെ വരുമ്പോ പല്ലുകൊണ്ട് കടിക്കുമ്പോ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളികൾ വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നടാ എന്ന് പറഞ്ഞ് തലോടി ഉമ്മ. ആ ഉമ്മാനോട് ഖുർആൻ പറയാണ്, എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പറയല്ലേ, അറപ്പോടുകൂടെ വെറുപ്പോടുകൂടെ നോക്കല്ലേ, അവരെ നിങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ. എത്ര അത്യുന്നതങ്ങളിലൂടെ പറയുന്ന കാലമാണെങ്കിലോ ആ ചിറക് താഴ്ത്തേണ്ടത് എവിടെയാണെന്നറിയുമോ? കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തേണ്ടത് അവരോടാ. എല്ലാ കടമകളും പറഞ്ഞ് ഖുർആനില്ലയോ? ബാപ്പാനെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഖുർആനില്ലയോ? ആ ഖുർആൻ എവിടെയൊക്കെ മാതാപിതാക്കളോടുള്ള കടമ പറഞ്ഞോ, അതിനു മുമ്പ് റബ്ബ് പറഞ്ഞ കടമയുണ്ടല്ലോ, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹുവിനെ ആരാധിക്കണേ, അവനോട് പങ്കു ചേർക്കല്ലേ, മാതാപിതാക്കളോട് നന്മ കാണിക്കണേ. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെക്കാളും വലുതാണ് അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് എന്നുള്ളത്. വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. നിങ്ങളുടെ റബ്ബ് ഇതാ വിധിച്ചിരിക്കുന്നു, അവനെ അല്ലാതെ ആരാധിക്കല്ലേ, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാനോട് സ്നേഹമുള്ള മോനാ, ഉമ്മാനോട് അടക്കവയ്യാത്ത സ്നേഹമുള്ള മോനാ. ആ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മ പറയുന്നത്, നീ മുഹമ്മദിലൂടെ വിശ്വസിക്കുകയാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, നിന്റെ മുമ്പിലൂടെ പിടഞ്ഞ് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഉമ്മാനോട് സ്നേഹമുള്ള സഅദ് റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ പറ്റോ?